വോട്ട് ചെയ്യാനുള്ള ദിവസം നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് കന്നി വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്രാവശ്യം. അപ്പോൾ കന്നി വോട്ട് ആദ്യ വോട്ടായത് കൊണ്ട് തന്നെ ചില പേടി അല്ലെങ്കിൽ ബേജാറ്, ഒരു ആശങ്ക ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവിടെ പോയാൽ എന്താ ചെയ്യുക, എങ്ങനെ ഉണ്ടാവും, ആൾക്കാർ ഒരുപാട് ആളുണ്ടാവണമല്ലേ, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടായിട്ട് ആൾക്കാർ എന്തെങ്കിലും പറയുമോ എന്നൊക്കെ ബേജാറിൽ നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മൾ പേടിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം അത് അറിവില്ലായ്മ, എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്ന് അറിവില്ലാത്തത് കൊണ്ടാണ് ആ പേടി വരാൻ സാധ്യത. അപ്പോൾ നമ്മൾ ഇനി അറിയില്ലെങ്കിൽ തന്നെ ചോദിച്ച് മനസ്സിലാക്കിയാൽ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കിയാൽ ഒരു അറിവ് കിട്ടും. അപ്പോൾ അതുമായി ചെയ്യുന്നതും പറ്റും. എങ്കിലും ഒരറിവ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ആദ്യമായി നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അവിടെ വരുന്നവരെല്ലാവരും ഒരുപാട് കാലമായിട്ട് ചെയ്യുന്നവരാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. ചിലപ്പോൾ 25, 30, 35 വയസ്സായവരൊക്കെ ചിലപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരുണ്ട്. ചിലപ്പോൾ ആൾക്കാർക്ക് 18 വയസ്സ് 20 വയസ്സൊക്കെ എത്തിയിട്ടുണ്ടാവും. പക്ഷേ ഒരു പ്രായം തോന്നിക്കുന്ന ആളുകളും ഉണ്ടാകാം. ചിലപ്പോൾ 25 വയസ്സൊക്കെ ആയിട്ട് ഒരുപാട് പ്രായം തോന്നിക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ ആദ്യമായി വരുന്നവരും അങ്ങനെയും ഉണ്ടാകാം. അപ്പോൾ സാധ്യത പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പോകണതിൻ്റെ മുന്നേ തന്നെ സ്ഥാനാർത്ഥിയെ ഉറപ്പിക്കണം. അവിടെ പോയിട്ട് അവിടെ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ടാവും. അവരെ കണ്ടിട്ട് എന്ത് ചെയ്യരുത്, നമ്മൾ വോട്ട് ചെയ്യാമെന്ന് വിചാരിക്കരുത്. നമ്മൾ നേരത്തെ നമ്മളെ സ്ഥാനാർത്ഥിയെ നേരത്തെ തന്നെ ഉറപ്പിച്ചിരിക്കണം. അത് നേരത്തെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ വേറൊന്നെന്താണ്, തിരക്ക് ഇല്ലാത്ത സമയത്ത് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. തിരക്ക് എപ്പോഴാണ്? രാവിലെ ചിലപ്പോൾ ജോലിക്ക് പോകുന്ന ആളുകൾ ജോലിക്ക് പോകുന്നതിൻ്റെ മുന്നേ ചെയ്യാൻ വേണ്ടി വരും. അതുപോലെ ചിലർ ജോലി കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയും വരും. അപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്ന ആൾക്കാരെ ഒഴിവാക്കുക. അതേപോലെ വൈകുന്നേരവും അവർ തിരിച്ചു വരുന്ന ആളുകളുണ്ട് വെച്ചാൽ ആ സമയവും നമ്മൾ ഒഴിവാക്കി പോകുന്നത് നല്ലതാണ്. പിന്നെ ഇപ്രാവശ്യം വെള്ളിയാഴ്ചയാണ് വോട്ട്. അപ്പോൾ വെള്ളിയാഴ്ച ജുമാ ഉള്ളത് കൊണ്ട് മുസ്ലിങ്ങൾ പള്ളിയിൽ പോകും. അപ്പോൾ നിസ്കാരം ഇല്ലാത്തവർ ആ സമയത്ത് ഉപയോഗപ്പെടുത്താം. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിസ്കാരം കഴിയുന്നത് വരെ എന്തായാലും മുസ്ലിങ്ങൾ പള്ളിയിൽ പോകുന്നവർ ആ സമയത്ത് പോകുന്നത് കൊണ്ട് ആ സമയം ഒഴിവുണ്ടാവും. അതുപോലെ ശ്രദ്ധിക്കേണ്ടത്, രാവിലെ 7 മണി തൊട്ടിട്ട് വൈകുന്നേരം 6 മണി അവർ പൂട്ടുന്നതിൻ്റെ മുമ്പ്, ക്ലോസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ടോക്കൺ എടുത്താൽ നമുക്ക് വോട്ട് ചെയ്യാൻ അവസരമുണ്ടായിരിക്കും, നിഷേധിക്കപ്പെടുകയില്ല. പിന്നെ പോകുന്നതിന് മുമ്പ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തവർക്ക് ലഭിക്കുന്ന ഒരു സ്ലിപ്പുണ്ട്. ആ സ്ലിപ്പ് കയ്യിൽ കരുതാൻ മറക്കരുത്. അതിൻ്റെ കൂടെ ഐഡൻറ്റിറ്റി കാർഡ്, നമ്മളെ ഐഡൻറ്റിറ്റി കാർഡ് കാര്യമായിട്ട് ഉപകരിക്കുക ഈ ഒരു സന്ദർഭത്തിലാണ്. അപ്പോൾ നമ്മൾ ഐഡൻറ്റിറ്റി കാർഡും അതേപോലെ ഈ വോട്ട് ചെയ്യാനുള്ള ലിസ്റ്റും എടുത്തിട്ട് വേണം പോകാൻ. അത് മറക്കരുത്. പിന്നെ വേറൊന്നെന്താണ്, ഇനിയാണ് നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുന്നത്. അതായത് പോളിംഗ് ബൂത്തിൻ്റെ ആ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അവിടെ അവർ ഒരു 3-4 ആൾക്കാർ അത് പറയുന്നുണ്ടാവും, ഇത് പറയും, ഉറക്കെ വിളിച്ച് പറയണവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത് കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇൻചാർജുള്ള ഓഫീസർമാരൊക്കെ ഉണ്ടാവും. അവർ വിളിച്ച് പറയുന്നത് കണ്ടിട്ടോ അല്ലെങ്കിൽ അവരവിടെ നിൽക്കുന്നത് കണ്ടിട്ടോ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരെ നമ്മളെ വിളിച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഊഴമായി കഴിഞ്ഞാൽ നമ്മൾ വിളിക്കും. ആ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു 2 ഡെസ്കിലോ അല്ലെങ്കിൽ 2-3 ഡെസ്കിലോ ആയിട്ട് അവിടെ സ്റ്റാഫ് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആളെ കാണുന്നു, അവർ നമ്മൾ കൊണ്ടുപോയിട്ടുള്ള സ്ലിപ്പും അതേപോലെ തന്നെ ഐഡൻറ്റിറ്റി കാർഡൊക്കെ വെരിഫൈ ചെയ്യുന്നു. അതുപോലെ മറ്റൊരാൾ അവർ നമ്മൾ ആ ബൂത്തിൽ തന്നെ ഉള്ളതല്ലേ നോക്കുന്നു. അതുപോലെ അടുത്ത ആൾക്ക് എടുത്ത് പോയിണ്ട് വെച്ചാൽ നമ്മുടെ കയ്യുമ്മ അവരെന്ത് ചെയ്യുന്നു, മഷി രേഖപ്പെടുത്തുന്നു. അതായത് വോട്ട് ചെയ്തു എന്ന് ഉറപ്പിക്കാനുള്ള, രണ്ടാമത് കള്ള വോട്ടൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ വോട്ട് ചെയ്യുന്നതിന് അടയാളമിടുന്നു. അത് കഴിഞ്ഞാൽ നമ്മളെ അടുത്ത സ്റ്റേജിലേക്ക് പറഞ്ഞേക്കുന്നു. അവിടെയാണ് നമ്മൾ വോട്ട് രേഖപ്പെടുത്തുന്ന മെഷീനുള്ളത്, യന്ത്രമുള്ളത്. ആദ്യത്തേത് മെഷീന്. ആ മെഷീനിൽ ഒരുപാട് സ്ഥാനാർത്ഥികളുടെ ചിഹ്നങ്ങൾ അടങ്ങിയൊരു മെഷീനാണ്. അത് നമ്മുടെ വോട്ടിംഗ് മെഷീൻ അല്ലെങ്കിൽ വോട്ടിംഗ് യന്ത്രം എന്ന് പറയുന്ന ആ മെഷീൻ ഉണ്ടാവും. ആ മെഷീനിൽ നമ്മൾ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം ഏതാണ് എന്ന് നന്നായി മനസ്സിലാക്കണം. ഇവിടെയാണ് നമ്മൾ ശരിക്കൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ടത്. ഇവിടെ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ മറ്റോ ഒന്നും ഉണ്ടാവില്ല. അവിടെ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളുടെ, നമ്മൾ വോട്ട് രേഖപ്പെടുത്തുന്ന നമ്മുടെ സ്ഥാനാർത്ഥി ആരാണോ അവരുടെ ചിഹ്നം ശരിക്കും മനസ്സിലാക്കി വെക്കണം.
വേറെ പല സ്ഥാനാർത്ഥികളും ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഫോട്ടോ അതിൽ കൊടുത്തിട്ടുള്ള ഫോട്ടോ ഏകദേശം നമുക്ക് സാമ്യം തോന്നുന്ന ചില ഫോട്ടോകൾ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ ശരിക്കും മനസ്സിലാക്കി നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ആ ചിഹ്നം ശരിക്കും മനസ്സിലാക്കി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ എത്തിയാൽ ആകെ മാറിപ്പോവുകയോ അല്ലെങ്കിൽ വോട്ട് മാറിപ്പോവാനൊക്കെ സാധ്യത കൂടുതൽ ഉള്ളത് കൊണ്ട് അപ്പോൾ നമ്മൾ ആകെ പേടിച്ചിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് പറയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ അത് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ബട്ടൺ പ്രസ് ചെയ്യുന്നു, അമർത്തിക്കഴിഞ്ഞാൽ ഇപ്പുറത്ത് ഒരു മെഷീനുണ്ട്, വി വി പാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഷീനുണ്ട്. ആ മെഷീൻ ഇരിക്കുന്നുണ്ട്. അത് നോക്കി നിങ്ങൾ ചിരിച്ചിട്ട് പോരാനുള്ളതല്ല. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കുത്തിയിട്ടുള്ള വോട്ട് ചെയ്തിട്ടുള്ള ആ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം, ആ ചിഹ്നത്തിൻ്റെ ഒരു സ്ലിപ്പ് ഇതിൻ്റെ ഉള്ളിൽ തെളിയും. ഈ വി വി പാറ്റിൻ്റെ ഉള്ളിൽ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലായിട്ട് ഒരു സ്ലിപ്പ് തെളിയും. അത് നമ്മൾ കുത്തിയിട്ടുള്ള ആളുടെ ആ സ്ലിപ്പ്, ആ ചിഹ്നത്തിൻ്റെ സ്ലിപ്പ് തന്നെയല്ലേ വന്നത് എന്ന് നമ്മൾ ഉറപ്പിക്കണം. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് നേരം വഴിക്ക് നോക്കാൻ പാടില്ല. ഈ വി വി പാറ്റിലേക്ക് 7 സെക്കൻഡേ അതിൽ ആ സ്ലിപ്പ് തെളിയുള്ളൂ. ആ സ്ലിപ്പ് 7 സെക്കൻഡിൻ്റെ ഉള്ളിൽ തെളിഞ്ഞ് അത് അടിയിലേക്ക് വീഴും. അപ്പോൾ നമ്മൾ നോക്കാൻ നേരം വഴുകുകയോ അല്ലെങ്കിൽ നോക്കാതിരിക്കുകയോ ചെയ്താൽ ഇത് കാണില്ല. അങ്ങനെ അത് അടിയിലേക്ക് പോയി ചിലപ്പോൾ വാപ്പിൽ തെളിഞ്ഞത് വേറൊരാളുടെ ചിഹ്നമാണ് എന്നുണ്ടെങ്കിൽ അത് അടിയിലേക്ക് വീഴുക ചെയ്യാം. അങ്ങനെ നമ്മളത് നോക്കാതെ അലക്ഷ്യമായി പോയി അല്ലെങ്കിൽ എങ്ങനെ ആയാലും അത് നോക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാകും? മെഷീനിൽ വല്ല തിരിമറിയും നടന്നിട്ടുണ്ട് എന്ന് പരാതി വന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ വി വി പാറ്റ് പരിശോധിക്കലാണ്. അപ്പോൾ വി വി പാറ്റിൽ കിടക്കുന്ന സ്ലിപ്പുകൾ എടുത്തിട്ടാണ് പിന്നെ എണ്ണം നടക്കുക. അപ്പോൾ നമ്മൾ വി വി പാറ്റ് നോക്കിയിട്ടില്ല, അതിൽ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്ത വോട്ട് വേറൊരാളുടെ സ്ലിപ്പിലാണ് അതിൽ വീണത് എന്നുണ്ടെങ്കിൽ ആ വോട്ട് പാഴായിപ്പോയി എന്നേ പറയാനുള്ളൂ. അപ്പോൾ പിന്നെ അതെണ്ണിയാലും ഇതെണ്ണിയാലും, അതായത് വോട്ട് മെഷീൻ എണ്ണിയാലും വി വി പാറ്റ് എണ്ണിയാലും ഒരുപോലെ ഇരിക്കാരം. അതുകൊണ്ട് നമ്മൾ വി വി പാറ്റ് നന്നായി ശ്രദ്ധിക്കണം. അതിൽ വീഴുന്ന സ്ലിപ്പ് കറക്റ്റ് അല്ലേ എന്ന് നോക്കിയതിൻ്റെ ശേഷമേ നമ്മൾ ഈ പോളിംഗ് ബൂത്ത് വിട്ട് പുറത്തു വരാൻ പാടുള്ളൂ എന്ന് സാന്ദർഭികമായി ഉണർത്താണ്. ഉറച്ച ബോധത്തോടുകൂടെ പ്രശംസനീയമായ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിവും പക്വതയും തൻ്റെ ഇടവും ഒക്കെയുണ്ട്. മറ്റുള്ള പലരും ചെയ്യുന്നത് പോലെയുള്ള ഒരു തീരുമാനം എടുക്കേണ്ടതല്ല ഇത് എന്ന് ഉണർത്തുകയും അതിന് നമുക്കെല്ലാവർക്കും കഴിവും അതുപോലെ തന്നെയുള്ള വേണ്ട കാര്യങ്ങളും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ